ഞാൻ പെർഫോം ചെയ്യുന്നത് 10ാമത്തെ വയസ്സിലാണ് മാജിക് പെർഫോം ചെയ്യുന്നത്. എൻ്റെ വീട് മലപ്പുറം ജില്ലയിലാണ്. നിലമ്പൂരിനടുത്ത് കവളമുക്കട്ട എന്ന് പറയുന്നൊരു ഗ്രാമമാണ് എൻ്റെത്. എൻ്റെ അച്ഛനൊരു സാധാരണ കർഷകനായിരുന്നു. ഞങ്ങൾ സാമ്പത്തികമായിട്ട് അത്രമാത്രം പിന്നാക്കം നിൽക്കുന്നൊരു വീട്ടിലാണ് ഞാൻ ജനിച്ചതൊക്കെ. വീട്ടിൽ ഇളയമാനാണ്. എനിക്ക് കുട്ടിക്കാലത്ത് അച്ഛൻ ഇങ്ങനെ ഈ കന്നുകൂട്ടൊക്കെ കഴിഞ്ഞ് വന്ന് ഉമ്മറത്തൊരു ചാരകസേരയുണ്ട്. ചാരകസേരയിൽ നിന്ന് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുമ്പോൾ ഞാൻ അച്ഛൻ്റെ നെഞ്ചിൽ ഇങ്ങനെ ചേർന്ന് കിടക്കുമ്പോൾ അച്ഛനെന്നില്ല എൻ്റെ തലമുടിയിൽ ഇങ്ങനെ വിരലോടിച്ചുകൊണ്ട് അച്ഛൻ പറഞ്ഞ കഥകൾ കേട്ടാണ് ഞാൻ മാജിക്കിനെ പ്രണയിക്കാൻ തുടങ്ങിയത്. 7ാമത്തെ വയസ്സിൽ ഞാൻ മാജിക് പഠിക്കാൻ തുടങ്ങി. 10ാമത്തെ വയസ്സിൽ ആദ്യത്തെ സ്റ്റേജിൽ ഞാൻ പെർഫോം ചെയ്യുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു 3 വർഷത്തെ തുടർച്ചയായിട്ടുള്ള റിഹേഴ്സൽ കഴിഞ്ഞ് എൻ്റെ പെർഫോമൻസിന് വേണ്ടി ചെല്ലുന്നു. ചുങ്കത്തറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു തലഞ്ഞി പള്ളി എന്നൊരു പള്ളിയുണ്ട്. ആ പള്ളി പെരുന്നാളിനാണ് എൻ്റെ പരിപാടി. അപ്പോൾ വലിയ പ്രതീക്ഷയാണ്. ആദ്യത്തെ ഷോ അല്ലേ, അരങ്ങേറ്റമല്ല. അച്ഛനുണ്ട്, അമ്മയുണ്ട്, കാണാൻ വേണ്ടിയിട്ട് മുമ്പിലിരിക്കുന്നുണ്ട്. എൻ്റെ മാജിക് എന്ന് പറയുന്ന ഒരു കയറിനെ മുറിച്ച് 2ആക്കിയിട്ട് കൂട്ടി യോജിപ്പിക്കുന്നതാണ്. ഓക്കെ, ഇതിൻ്റെ സീക്രസി ഞാൻ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു 3 വിരലിൻ്റെ ഉള്ളിൽ ഒരു കയർ ആദ്യം ഒളിപ്പിച്ച് വയ്ക്കും. ദാറ്റ് ഈസ് കൈയടക്കം, സ്ലൈറ്റ് ഓഫ് ഹാൻഡ് എന്ന് പറയും. ഓക്കെ, ഒരു കയർ നമ്മൾ ഈ 2 വിരലിൽ പിടിക്കും. ഒരു കത്രി ഇതിൽ പിടിക്കും. പ്രാക്ടീസ് ചെയ്യേണ്ട, പിന്നെ ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ ഓഡിയൻസിനിടെ ഒരാളെ വിളിക്കുന്നു, കയറ് കൊടുക്കുന്നു, കത്രി കൊടുക്കുന്നു. ഈ കയറിനെ 2ആയിട്ട് മുറിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അതിനുശേഷം മുറിച്ച കയറിനെ ഈ 3 വിരലിലേക്ക് ആക്കണം. ഈ 3 വിരലിനുള്ള കയറിന് പുറത്തേക്ക് എടുക്കണം, കാണിക്കണം. ഇതാണ് മാജിക്. ഓഡിയൻസിനിടെ ഒരാൾ വിളിച്ചു. എന്നേക്കാൾ ഹൈറ്റുള്ളൊരു പയ്യൻ ചാടിക്കയറി വന്നു. എൻ്റെ ആദ്യത്തെ നോട്ടം, ഈ നോട്ടം കണ്ടപ്പോൾ തന്നെ ഞാൻ പകുതി തീർന്നു. എൻ്റെ എല്ലാം തീർന്നു, എല്ലാ കോൺഫിഡൻസ് എല്ലാം പോയി. കയറ് അവൻ്റെ കയ്യിൽ കൊടുത്തു, കത്രി അവൻ്റെ കയ്യിൽ കൊടുത്തു. കഷ്ടകാലത്തിന് എൻ്റെ 10 വയസ്സുകാരൻ്റെ കുഞ്ഞു വിരലല്ലേ, ഇതിനുള്ളിൽ ഒളിപ്പിച്ച് വെച്ച കയറ് അവൻ കണ്ടുപിടിച്ചു. അവൻ എൻ്റെ കയ്യിൽ ബലമായി കടന്നു പിടിച്ചു. അതിനുശേഷം ഈ 3 വിരലിങ്ങനെ അകത്തി മാറ്റിയിട്ട് ഇതിനകത്തുള്ള കയറ് പുറത്തെടുത്തതിന് ശേഷം പറഞ്ഞു, ഇവൻ്റെ കയ്യിൽ വേറൊരു കയറും കൂടി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചു. എൻ്റെ ഫസ്റ്റ് മാജിക് ഫ്ലോപ്പ്. ആദ്യത്തെ മാജിക് ഫ്ലോപ്പ്. ഓഡിയൻസ് കൂവുന്നു. ഞാൻ സ്റ്റേജിൻ്റെ പിന്നിലേക്ക് കരഞ്ഞുകൊണ്ട് ഓടി. ഷോ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന എൻ്റെ അച്ഛൻ സ്റ്റേജിൻ്റെ പുറകിലേക്ക് വന്നു. അച്ഛനെ കെട്ടിപ്പിടിച്ച് ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ എന്നെ മാജിക്കിന് പറ്റില്ല, എന്നെ മാജിക്കിന് പറഞ്ഞേക്കരുതെന്ന് പറയുമ്പോൾ, മക്കളെ, എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞൊരു വചനമുണ്ട്. ഇന്ന് വരെ ഞാൻ ജീവിതത്തിൽ കേട്ട ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറയുന്നത് അതാണ്. എൻ്റെ അച്ഛൻ എന്നോട് ഇങ്ങനെ അകറ്റി നിർത്തിയിട്ട് എൻ്റെ തോളിങ്ങനെ പിടിച്ചതിന് ശേഷം എൻ്റെ അച്ഛൻ പറഞ്ഞു, കുട്ടിയെ, വിജയത്തിൽ നിന്ന് നിനക്ക് ഒരു പാഠവും പഠിക്കാൻ പറ്റില്ലടാ, പരാജയത്തിൽ നിന്ന് മാത്രമേ നിനക്ക് പാഠങ്ങൾ പഠിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് എൻ്റെ ജീവിതത്തിൽ സോക്രട്ടീസോ പ്ലേറ്റോയോ അരിസ്റ്റോട്ടിലൊന്നും അല്ല എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പാഠം പറഞ്ഞത്. എൻ്റെ പറഞ്ഞു തന്നത് എഴുത്തും വായന പോലും അറിയാത്ത എൻ്റെ അച്ഛനാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ശക്തമായ പാഠം പറഞ്ഞത്.